ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ മേഘ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയെ കാണാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. വിനീത എന്നാണ് ആ കൂട്ടുകാരിയുടെ പേര്. അവൾ വന്നിരിക്കുന്നത് UK നിന്നാണ്. അപ്പോൾ മേഘ തൻ്റെ കൂട്ടുകാരിയെ കണ്ട സമയത്ത് അവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുകയും അതിനുശേഷം സുഖവിവരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ്. അതിനുശേഷം അവർക്ക് രണ്ടുപേർക്കും കുടിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ ഫ്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് വിനീത കുശലാന്വേഷണം തുടങ്ങുന്നത്. അല്ല, നിന്റെ കുഞ്ഞെങ്ങനെ ഇരിക്കുന്നു? സുഖമായിരിക്കുന്നു, മേഘയും സന്തോഷത്തോടെയാണ് പറയുന്നത്. അപ്പോൾ വിനീത ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് കേട്ടു. അവളെ നിന്റെ വീട്ടിലുള്ളവരൊക്കെ അംഗീകരിച്ചോ? അപ്പോൾ മേഘ പറയുന്നുണ്ട്, എല്ലാവരും അംഗീകരിച്ചു. ഇപ്പോഴാണ് പ്രിയ സന്തോഷമായിട്ടിരിക്കുന്നത്. മേഘ സന്തോഷത്തോടെയാണ് പറയുന്നത്. അപ്പോൾ വിനീത പറയുന്നുണ്ട്, പിന്നെ അല്ലാതെ ഇത്രയും വർഷം അനാഥാലയത്തിൽ അവൾ എന്തുമാത്രം കഷ്ടപ്പെട്ട് കാണും. അത് കേൾക്കുന്ന സമയത്ത് മേഘയുടെ മുഖം ആകെ ഡെസ്പാവുകയാണ്. അപ്പോൾ വിനീത പറയുന്നുണ്ട്, നീ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് തന്നെയാണ് ശരി. ആ സമയത്തൊക്കെ മേഘയുടെ മുഖം വാടിയിരിക്കുന്നത് വിനീത ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, മേഘ പറയുന്നുണ്ട്, അവൾ വീട്ടിൽ വന്നത് അവൾക്ക് നല്ലതായിരിക്കാം, പക്ഷേ എനിക്കത്ര നല്ലതല്ല. എൻ്റെ ജീവിതം തന്നെ തകർന്നു. എൻ്റെ സ്വപ്നങ്ങളും ആശകളും എല്ലാം തകർന്നു പോയി. അന്ന് പ്രിയ കല്യാണ മണ്ഡപത്തിലേക്ക് വരാതിരുന്നെങ്കിൽ സിദ്ധാർത്ഥ് തന്നെ വിവാഹം കഴിക്കുമായിരുന്നു. പക്ഷേ എല്ലാം അവൾ സ്പോയിൽ ചെയ്ത് കളഞ്ഞു. മേഘ വല്ലാത്തൊരു സങ്കടത്തോടെയാണ് സംസാരിക്കുന്നത്. അതൊക്കെ കേട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ വിനീത ചോദിച്ചത്, അല്ല മനീഷ് എവിടെയുണ്ട്? അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം നിനക്ക് കിട്ടിയോ? അത് കേട്ടതും മേഘ ഒന്നുകൂടെ ഡെസ്പാവുകയാണ്. അവൾ ആകെ സാഡായിട്ട് പറയുന്നുണ്ട്, അവൻ ഇപ്പോൾ എൻ്റെ ഓഫീസിലുണ്ട്. അത് കേട്ടതും വിനീത ശരിക്കും ഷോക്കാവുകയാണ്. എന്ത്, മനീഷ് നിൻ്റെ ഓഫീസിലാണെന്നോ? എന്താ മേഘ നീ പറയുന്നേ? അതേ വിനീത, സിദ്ധാർത്ഥാണ് മനീഷിനെ അവിടെ ജോലിക്കെടുത്തത്. അങ്ങനെ താനില്ലാതിരുന്ന സമയത്ത് മനീഷ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതും മനീഷിനെ സിദ്ധാർത്ഥ് അവിടെ ജോലിക്കെടുത്തതും ഒക്കെ കാര്യങ്ങളൊക്കെ വിനീതയോട് വിവരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അതിന് ശേഷം ഓരോ ദിവസമായിട്ട് മനീഷിൻ്റെ ഓരോരോ സംശയങ്ങളും അവൻ്റെ കഴുത്തിൽ കിടന്ന ലോക്കറ്റിലിരുന്ന് തങ്ങളുടെ രണ്ടുപേരുടെ ഫോട്ടോ കാണിച്ചു തന്നതും അവസാനമായിട്ട് തൻ്റെ ക്യാബിനിൽ വന്നിട്ട് പ്രിയയുടെ അച്ഛനാരാന്ന് തൻ്റെ മുഖത്ത് തന്നെ നോക്കി ചോദിച്ചതും അങ്ങനെ മനീഷും താനും ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും വിനീതയോട് അവൾ വിവരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അവസാനം മനീഷിൻ്റെ കരണത്തടിക്കേണ്ട ഗതികേട് വരെ തനിക്ക് വന്നു എന്നുള്ളത് വിനീതയോട് അവൾ പറഞ്ഞു നിർത്തുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ മേഘ ആകെ ഡിസ്റ്റർബ്ഡാണ്. മുഴുവൻ കേട്ടതിന് ശേഷം വിനീതയും ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, അവൾ ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ ജീവിക്കേണ്ടവളായിരുന്നു? നിന്നെ ഇങ്ങനെ കാണുന്നതിൽ നല്ല വിഷമമുണ്ട്. അപ്പോൾ മേഘ സ്വയം സമാധാനിപ്പിച്ചുകൊണ്ട് പറയാണ്, നമ്മുടെ തലയിൽ എന്താണോ എഴുതിയത് അതല്ലേ നടക്കൂ. അപ്പോഴേക്കും ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ജ്യൂസ് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ അവരവരുടെ നോർമൽ കാര്യങ്ങളും ലൈഫിലുള്ള സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്യുകയാണ് ജ്യൂസ് കുടിച്ചുകൊണ്ട്. അവസാനം ജ്യൂസ് തീർന്നതിന് ശേഷം മേഘ പറയുന്നുണ്ട്, ഞാനെന്നാൽ ഇറങ്ങട്ടെ. പിന്നെ ഉറപ്പായും മനീഷ് നിന്നെ വന്ന് കണ്ടാൽ എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കും. നീ അവനോടൊന്നും പറയരുത്, പ്രത്യേകിച്ചും പ്രിയയെക്കുറിച്ചൊന്നും പറയരുത്. മേഘ മുന്നറിയിപ്പ് നൽകുകയാണ് വിനീതയ്ക്ക്. ഇല്ല, ഉറപ്പായും പറയില്ല. വിനീതയും വാക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് അവർ രണ്ടുപേരും അവിടുന്ന് യാത്ര പറഞ്ഞ് പിരിയുന്നത്. ചന്ദ്രിക ഓഫീസിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അനുവിൻ്റെ കോൾ വരുന്നത്. അനു എന്തിനാ ഇപ്പോൾ വിളിക്കുന്നത്? ചന്ദ്രിക ഫോൺ എടുത്ത് നോക്കിയിട്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആദ്യത്തെ കോൾ കട്ട് ചെയ്യുകയാണ്. രണ്ടാമത് വീണ്ടും അനു വിളിക്കുന്നുണ്ടായിരുന്നു. അവസാനം ദേഷ്യത്തോടെ ചന്ദ്രിക കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്താ അനു? അപ്പോൾ അനു ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക നീ മീറ്റിങ്ങിലാണോ? ഞാൻ വേണമെങ്കിൽ പിന്നെ വിളിച്ചോളാം. അപ്പോൾ ചന്ദ്രിക കുറച്ച് ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. മീറ്റിങ്ങിലൊന്നും അല്ല, എന്താ കാര്യം എന്ന് വെച്ചാൽ പറയ്. നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ അത്? സിദ്ധു നാളെ കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിരിക്കുക. അനു വളരെയധികം സന്തോഷത്തോടെയാണ് പറയുന്നത്. അത് കേട്ടതും ചന്ദ്രിക വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. അവൾ ചോദിക്കുകയാണ്, എന്ത്, കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിരിക്കുന്നെന്നോ? എന്തിന്? അപ്പോൾ അനു തമാശയായിട്ട് പറയുന്നുണ്ട്, എന്തിനാണെന്ന് എനിക്കെങ്ങനെ അറിയാം? അദ്ദേഹമാണ് എന്നെ വിളിച്ചിട്ട് നാളെ കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്നും എന്നോട് ഒരുപാടധികം സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞിരിക്കുന്നത്. എനിക്കെന്തോ അദ്ദേഹം എൻ്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്തു എന്നാണ് തോന്നുന്നത്. വളരെയധികം സന്തോഷത്തോടെയാണ് അനു സംസാരിക്കുന്നത്. പക്ഷെ അത്രയധികം തന്നെ ഷോക്കിലാണ് ചന്ദ്രിക ഉണ്ടായിരുന്നത്. ചന്ദ്രിക ഒന്നുകൂടെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അനു പറയുന്നുണ്ട്, ഞാൻ വളരെയധികം എക്സൈറ്റ്മെൻറ്റില്ല ചന്ദ്രികയെ. നാളെ സിദ്ധു എൻ്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്താൽ ഈ ലോകത്ത് എന്നെക്കാളും വലിയ സന്തോഷവതിയായി ആരും ഉണ്ടാവില്ല. അനുവിൻ്റെ സംസാരം കേൾക്കുന്തോറും ചന്ദ്രിക ഡിസ്റ്റർബ്ഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം അനു വീണ്ടും ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ തോന്നുന്നത് ചന്ദ്രികയെ? സിദ്ധു എൻ്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്യുമെന്നാണോ അതോ റിജക്റ്റ് ചെയ്യുമെന്നാണോ കരുതുന്നത്? ചന്ദ്രികയെ ചൂട് പിടിപ്പിക്കുകയാണ് അനു. അപ്പം ചന്ദ്രികയാണെങ്കിൽ ദേഷ്യത്തിലുള്ളത്. അത് എനിക്കെങ്ങനെ അറിയാം? നീ അദ്ദേഹത്തോട് തന്നെ ചോദിക്ക്. അതും പറഞ്ഞ് ദേഷ്യത്തോടെ ചന്ദ്രിക കോൾ കട്ട് ചെയ്യാണ്. അപ്പം അനു ഫോണിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ അവൾ ചിന്തിക്കുകയാണ്, ചന്ദ്രിക കോള് കട്ട് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ നേരെ സിദ്ധു സാറിൻ്റെ ക്യാബിനിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ കോളറിന് പിടിച്ച് നിങ്ങൾ അനുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും.
അങ്ങനെയെങ്കിലും ചന്ദ്രികയുടെ മനസ്സിൽ സിദ്ധു സാറുണ്ടെന്ന കാര്യം അദ്ദേഹത്തോട് അവൾ പറയട്ടെ. കോള് കട്ട് ചെയ്തെങ്കിലും ചന്ദ്രികയുടെ മനസ്സ് നല്ല ഡിസ്റ്റർബ് തന്നെയാണ്. അവൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഗീത അവളോട് വെള്ളം എടുത്ത് കൊടുക്കാൻ പറയുകയാണെങ്കിലും ചന്ദ്രിക അതൊന്നും കേൾക്കുന്ന പോലുമില്ല. ഗീത 1-2 തവണ പറഞ്ഞെങ്കിലും അതൊന്നും ചന്ദ്രിക കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗീതയും ചൂടായിട്ട് പറയുന്നുണ്ട്, ചന്ദ്രിക നിന്നോട് ആ വാട്ടർ ബോട്ടിൽ എടുത്തു തരാനാണ് പറഞ്ഞത്. പക്ഷേ ചന്ദ്രിക അതൊന്നും കേൾട്ട പോലും ഭാവം വെക്കാതെ ദേഷ്യത്തോടെ എഴുന്നേറ്റ് നേരെ സിദ്ധുവിൻ്റെ ക്യാബിനിലേക്കാണ് പോകുന്നത്. ആ സമയത്ത് സിദ്ധാർത്ഥ ഒരു ലോക്കറ്റും, അതായത് ഒരു മാലയുടെ ലോക്കറ്റ് ഇങ്ങനെ പിടിച്ച് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് അല്ലെ പ്രണയത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ഡോറ് തുറന്നപ്പോൾ തന്നെ അവൾ കാണുന്ന കാഴ്ച അതാണ്. അപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ട്, സോറി സാർ, ഞാൻ വന്ന സമയം ശരിയല്ലാന്ന് തോന്നുന്നു. അത് കേട്ട് ചിരിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ഏയ് ഇല്ല ചന്ദ്രികയെ, ശരിയായ സമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്, അകത്തേക്ക് വാ. അപ്പോൾ ചന്ദ്രിക അകത്തേക്ക് പോവുകയാണ് സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക്. അപ്പോൾ സിദ്ധു ചോദിക്കുന്നുണ്ട്, പറയ് എന്താ കാര്യം. അപ്പോൾ ചന്ദ്രിക പതറിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അനു ഇപ്പോൾ വിളിച്ചിരുന്നു, നാളെ അവളെ കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്ന് സാർ പറഞ്ഞിട്ടുണ്ടോ? അതെ ചന്ദ്രികയെ, എനിക്ക് കുറച്ചധികം അനുവിനോട് മനസ്സ് തുറന്ന് സംസാരിക്കണം. സിദ്ധാർത്ഥും ചന്ദ്രികയെ വട്ടുപിടിപ്പിക്കാൻ തുടങ്ങുകയാണ്. സിദ്ധാർത്ഥിൻ്റെ മറുപടി കേട്ട ശേഷം ചന്ദ്രിക വീണ്ടും ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. അതൊക്കെ സിദ്ധാർത്ഥ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവൻ വീണ്ടും പറയാണ്, എന്തായാലും എന്നെ സ്വീകരിക്കില്ലെന്ന് നീ ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുക്കാൻ നിർബന്ധിതനായിരിക്കുന്നു. അപ്പോൾ അതിന് മറുപടിയൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ചന്ദ്രിക ഉള്ളത്. കാരണം അവളൊരു തരത്തിലും സിദ്ധാർത്ഥിൻ്റെ സ്നേഹം അംഗീകരിക്കുന്നുമില്ലല്ലോ. ചന്ദ്രിക ഒന്നും പറയാതെ സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് വീണ്ടും അവളെ വട്ടുപിടിപ്പിക്കുകയാണ്. ചന്ദ്രികയെ, നിനക്കൊരു കാര്യം അറിയോ? അനു എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവളോട് ഞാൻ സത്യസന്ധനായിരിക്കണമെന്ന് കരുതുന്നു. ചന്ദ്രിക ശരിക്കും വല്ലാതെ വിഷമിക്കുന്നുണ്ടെന്നുള്ളത് സിദ്ധാർത്ഥിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. കാരണം അവളുടെ മുഖം അത്രത്തോളം സങ്കടത്തിലാണുള്ളത്. എന്നിട്ടും വിഷമത്തോടു കൂടി തന്നെ ചന്ദ്രിക പറയുന്നുണ്ട്, ഓ, അനുവിനോട് സത്യസന്ധനായിരിക്കാൻ പോകുവാണോ? വളരെ സന്തോഷം സർ, ആശംസകൾ. ചന്ദ്രികയുടെ ശബ്ദമൊക്കെ ഇടറുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവുകയാണ്. അത് കണ്ട സമയത്ത് സിദ്ധാർത്ഥിനും വല്ലാത്ത സങ്കടം തോന്നുകയാണ്. ചന്ദ്രിക പോയ സമയത്ത് സിദ്ധാർത്ഥ് ചിന്തിക്കുന്നുണ്ട്, ഓ പാവം, ഞാൻ അനുവിനെ സ്നേഹിക്കുന്നെന്ന് കരുതി ചന്ദ്രിക വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ചന്ദ്രിക വല്ലാത്ത സങ്കടത്തോടു കൂടിയാണ് അവളുടെ ക്യാബിനിൽ പോയി ഇരുന്നത്. അതിനുശേഷം അവൾ അവളുടെ കണ്ണ് തുറക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് അനു സിദ്ധാർത്ഥിനെ വിളിക്കുന്നത്. ആ പറഞ്ഞു അനു. സിദ്ധാർത്ഥ് കോൾ അറ്റൻഡ് ചെയ്തിട്ട് പറയാണ്, എന്താ സർ, ചന്ദ്രിക കാണാൻ അങ്ങോട്ട് വന്നു കാണുമല്ലോ? അനു ചോദിക്കുന്നുണ്ട്. അനുവിൻ്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്യാൻ പോവുകയാണോ എന്ന് ചോദിച്ചു കാണുമല്ലോ. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് ആകെ ഡെസ്പാണ്. അവൻ പറയുന്നുണ്ട്, അതെ അനു, ചന്ദ്രികയെ കാണുമ്പോൾ തന്നെ വല്ലാതെ പാവം തോന്നുന്നു. നമുക്ക് ഈ ഡ്രാമ ഇതോടെ അങ്ങ് നിർത്തിയാലോ? സിദ്ധാർത്ഥ് അവളോടൊരു ഒപ്പീനിയൻ ചോദിക്കുകയാണ്. വല്ലാത്ത വിഷമത്തോടു കൂടിയാണ് സിദ്ധാർത്ഥ് അനുവിനോട് പറയുന്നത്, ചന്ദ്രിക എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യം എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ഈ കാര്യം നാളെ തന്നെ ചന്ദ്രികയോട് പറഞ്ഞാലോ? അത് കേട്ടപ്പോൾ അനു അത് അക്സെപ്റ്റ് ചെയ്യാണ്. ഓക്കെ സർ, ബൈ സർ. കോള് കട്ട് ചെയ്യാണ്. സിദ്ധാർത്ഥിന് ചന്ദ്രികയുടെ അവസ്ഥ ആലോചിക്കും തോറും വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. അതേ മാനസികാവസ്ഥയിൽ തന്നെയാണ് ചന്ദ്രികയുള്ളത്. അവൾക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സിധു തന്നെ വിട്ട് അനുവിലേക്ക് പോവുകയാണെന്നുള്ളത്. വിനീത ക്യാബ് കാത്ത് റോഡ് സൈഡിൽ നിൽക്കുന്ന സമയത്താണ് മനീഷ് കാറും കൊണ്ട് അതുവഴി പോകുന്നുണ്ടായിരുന്നത്. ആദ്യം മനീഷ് വിനീതയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവളെ പാസ് ചെയ്ത് പോയ സമയത്താണ് മനീഷിൻ്റെ കണ്ണിൽ വിനീതയെ കാണുന്നത്. അപ്പോൾ അവൻ കുറച്ച് ദൂരത്തോട്ട് മുന്നോട്ടായിട്ട് വണ്ടി നിർത്തിയിട്ട് ചിന്തിക്കുന്നുണ്ട്, അത് വിനീതയല്ലേ? ഇവളെപ്പോഴാണ് UK നിന്ന് വന്നത്? ഈ വിനീത മേഘയുടെ ക്ലോസ് ഫ്രണ്ടാണ്. ഞാൻ മേഘയെ സ്നേഹിക്കുന്ന കാലം മുതലേ ഞങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇവൾക്കറിയാം. ഇവളോട് ചോദിച്ചാൽ മേഘയുടെ സീക്രട്ട് എന്താണെന്നറിയാം. മനീഷ് വണ്ടി റിവേഴ്സ് എടുത്തിട്ട് വിനീതയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്നിട്ട് ഗ്ലാസ് താഴ്ത്തിയിട്ട് വിനീതയെ നോക്കിയിട്ട് ഹായ് പറയുന്നുണ്ട്. അപ്പോൾ വിനീത നോക്കിയ സമയത്ത് വിനീത ശരിക്കും ഷോക്കാവുകയാണ്. അയ്യോ, മനീഷ് എന്നെ കണ്ടല്ലോ, ഇനി മേഘയുടെ ഡീറ്റെയിൽസൊക്കെ എന്നോട് ചോദിക്കുമല്ലോ. വിനീത ആകെ അപ്സെറ്റായി. ഇപ്പം എന്താ പറയുക? വിനീത ആകെ പേടിയോടെ നിൽക്കുകയാണ്. മനീഷാണെങ്കിൽ വേഗം തന്നെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് വിനീതയുടെ അടുത്ത് വന്നിട്ട് കുശലാന്വേഷണം എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എന്താ വിനീത, എന്നെ കണ്ടപ്പോൾ തന്നെ ഷോക്കായി പോയോ? ഏയ് അങ്ങനെയൊന്നും ഇല്ല മനീഷ്. വിനീത അവളുടെ പരിഭ്രമമൊക്കെ മറച്ചു വെച്ച് ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ മനീഷ് ചോദിക്കുന്നുണ്ട്, UK നിന്നും എപ്പോഴാണ് നാട്ടിലെത്തിയത്? ലാസ്റ്റ് വീക്കാണ് എത്തിയത്. വീട്ടിലെല്ലാവർക്കും എങ്ങനെ ഇരിക്കുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അവസാനം മനീഷ് ചോദിക്കുന്നുണ്ട്, അല്ല പിന്നെ നീ മേഘയെ കണ്ടിരുന്നോ? ആ ചോദ്യം താൻ പേടിച്ച ചോദ്യമായതുകൊണ്ട് തന്നെ വിനീതയുടെ മുഖം ആകെ മാറുകയാണ്. അപ്പോൾ അവളൊരു കള്ളം പറയാണ്, അത് പിന്നെ ഇല്ല. അപ്പം മനീഷ് ചോദിക്കുന്നുണ്ട്, എന്താ നീ പറയുന്നേ? മേഘയെ നീ കണ്ടില്ലാന്നോ? ആ, ഇതുവരെ കണ്ടിട്ടില്ല. വിനീത അവൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയാണ്. അപ്പം മനീഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ? ഇതുവരെ പരസ്പരം കണ്ടില്ല എന്ന് പറയുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് കേട്ടതും വിനീത തലതാഴ്ത്തി നിൽക്കുകയാണ്. അവൾക്കാകെ പേടിയുണ്ടായിരുന്നു. ആ സമയത്ത് മനീഷ് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വിനീത നിനക്കൊരു കാര്യം അറിയാമോ? മേഘയും ഞാനും ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്.
കാറിൽ കയറിക്കോ, ഞാൻ നിന്നെ മേഘയുടെ അടുത്ത് കൊണ്ടുപോവാം. മനീഷ് പറഞ്ഞ സമയത്ത് വിനീത പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, വേണ്ട വേണ്ട, എനിക്കിപ്പോൾ സമയമില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് വേറൊരു സ്ഥലം വരെ പോകാനുണ്ട്, നമുക്ക് പിന്നീട് കാണാം, ബായ്. വിനീത പെട്ടെന്ന് തന്നെ അവൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ മനീഷ് പിന്നീട് വിളിക്കുന്നുണ്ട്, ഏയ് വിനീത, പോകുന്നതിന് മുമ്പ് എനിക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് പോകാമോ? വിനീത ഭയന്ന ആ ഒരു ചോദ്യം തന്നെയായിരുന്നു മനീഷ് ചോദിക്കാൻ പോകുന്നുണ്ടായിരുന്നത്. എനിക്കിത് വേറെ ആരോടും ചോദിക്കാൻ പറ്റില്ല, നിന്നോട് മാത്രമേ ചോദിക്കാൻ കഴിയൂ. മേഘയും ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നിനക്ക് മാത്രമേ നന്നായിട്ട് അറിയൂ. വിനീത ഭയത്തോടു കൂടിയാണ് മനീഷിനെ നോക്കുന്നത്. ഞാൻ മുമ്പ് കണ്ട മേഘയും ഇപ്പോൾ കാണുന്ന മേഘയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. മേഘ ഒരുപാട് മാറിയിരിക്കുന്നു. എൻ്റെ മനസ്സിൽ അവളെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ്. ആ ചോദ്യങ്ങൾക്കെല്ലാം അവളോട് ഉത്തരം ചോദിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നത്. നിനക്ക് മാത്രമേ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റൂ. അപ്പോൾ വിനീത തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്ത് ചോദ്യം? UK-യിൽ നടന്ന ആക്സിഡൻറ്റിൽ ഞാൻ മരിച്ചു എന്ന് കരുതി മേഘ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം അവൾ മറ്റൊരു വിവാഹം കഴിച്ചു. ആ വിവാഹത്തിൽ അവൾക്കൊരു പെൺകുഞ്ഞ് ജനിച്ചെന്നാണ് മേഘ എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ അന്വേഷിച്ചിടത്തോളം അവൾ വിവാഹമേ കഴിച്ചിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിവാഹം കഴിക്കാത്ത അവൾ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? വിവാഹം കഴിക്കാത്ത അവൾക്ക് എങ്ങനെയാ കുഞ്ഞുണ്ടായത്? ആ കുഞ്ഞിൻ്റെ അച്ഛനാരാ? മേഘ എന്തിനാ എന്നോട് കള്ളം പറയുന്നത്? വിനീത ഭയന്ന ചോദ്യങ്ങൾ തന്നെയാണ് മനീഷ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ന്യായമായ ചോദ്യങ്ങളാണ് മനീഷ് ചോദിക്കുന്നതെന്നുള്ളത് വിനീതയ്ക്ക് അറിയാം. മനീഷ് ചോദിക്കുന്നുണ്ട്, എന്നെ ജീവനായി സ്നേഹിച്ചവൾ ഇപ്പോൾ എന്തിനാ എന്നെ വിട്ട് അകലണമെന്ന് ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കൊന്നും എൻ്റെ കയ്യിൽ ഉത്തരമില്ല. എന്തിനാ മേഘ ഇങ്ങനെ മാറിയത്? സത്യത്തിൽ പ്രിയ ആരുടെ കുഞ്ഞാണ്? എല്ലാ ചോദ്യങ്ങൾക്കു ശേഷം വിനീതയുടെ മുഖത്തേക്ക് ഉത്തരത്തിന് വേണ്ടിയിട്ട് മനീഷ് നോക്കുകയാണ്. അപ്പോൾ വിനീത പേടിയോടെ പറയുന്നുണ്ട്, അതെനിക്കെങ്ങനെ അറിയാം മനീഷ്? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. മേഘ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഞാനും അവളും തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. വിനീതയുടെ ആ ഒരു മറുപടി മനീഷിന് തീരെ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്താണ് വിനീതയുടെ ക്യാബ് വന്നത്. പെട്ടെന്ന് തന്നെ വിനീത മനീഷിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നുണ്ട്, എനിക്കുള്ള ക്യാബ് വന്നു, ശരി ഞാൻ പോട്ടെ. മനീഷ് വീണ്ടും അവൾക്ക് പിന്നിൽ നിന്ന് യാചിക്കുകയാണ്, വിനീത പ്ലീസ്, മേഘയെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ട് പോ. അവൾ എന്തായാലും നിന്നോട് ഇതിനെക്കുറിച്ച് പറയാതിരിക്കില്ല. പ്രിയയുടെ അച്ഛൻ ആരാണെന്നെങ്കിലും പറ. വിനീത വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയാണ്, ഇല്ല മനീഷ്, പ്രിയയെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിയില്ല, ദയവ് ചെയ്ത് എന്നോടൊന്നും ചോദിക്കരുത് എന്നും പറഞ്ഞിട്ട് വിനീത പെട്ടെന്ന് തന്നെ കാറിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ മനീഷ് പിന്നാലെ പോയി വീണ്ടും യാചിക്കുന്നുണ്ട്, വിനീത പ്ലീസ് ഒന്നും പറഞ്ഞിട്ട് പോ. പ്ലീസ് വിനീത, നിനക്ക് സത്യം എന്താണെന്നറിയാം, നീ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറക്കുന്നുണ്ട്. മനീഷ് അവളോട് കെഞ്ചാണ്. അപ്പോൾ വിനീത ഡ്രൈവറോട് പറയാണ്, എനിക്ക് ഒന്നും അറിയില്ല, വണ്ടി എടുക്ക്. അവൾ കൂടുതലൊന്നും സംസാരിക്കാതെ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ മനീഷ് ചിന്തിക്കുന്നുണ്ട്, വിനീത എന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട്, എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ മുന്നിൽ വന്ന് പെടും. അങ്ങനെ മനീഷും അവൻ്റെ കാറെടുത്ത് അവിടുന്ന് പോവുകയാണ്. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ ചന്ദ്രിക കോലം വരയ്ക്കുകയാണ്. ആ സമയത്താണ് അവളുടെ മനസ്സിൽ അനു പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. ഇന്ന് സിദ്ധു എന്നെ കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അത് ചോദിക്കാൻ വേണ്ടി പോയ സമയത്ത് സിദ്ധാർത്ഥും പറഞ്ഞിട്ടുണ്ട്, അനു എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, ഞാൻ അവളോട് സത്യസന്ധനായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഓർമ്മകളൊക്കെ വന്നതുകൊണ്ട് തന്നെ ചന്ദ്രികയ്ക്ക് കോലം വരയ്ക്കുന്നത് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാണ്, അവൾ പോലും അറിയുന്നില്ല കോലം വരയ്ക്കുന്നതൊക്കെ തെറ്റാകുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ചായ കുടിച്ചുകൊണ്ട് സിദ്ധാർത്ഥ അങ്ങോട്ടേക്ക് വരുന്നത്. സിധു നോക്കുന്ന സമയത്ത് ചന്ദ്രിക ഈ ലോകത്തെ എല്ലാം അവന് മനസ്സിലാവുന്നുണ്ട്. കാരണം അവൾ കോലം വരയ്ക്കുകയാണെങ്കിലും എന്തൊക്കെയോ ആണ് വരച്ചു കൂട്ടുന്നത്. അവസാനം സിദ്ധാർത്ഥ അവളെ വിളിക്കുകയാണ്, ചന്ദ്രിക. ആ വിളിയിലൊന്നും ചന്ദ്രിക കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. വീണ്ടും സിദ്ധാർത്ഥ ആവർത്തിക്കുന്നുണ്ട്, ചന്ദ്രികേ. അത് കേട്ടപ്പോഴാണ് അവൾ ശരിക്കും ഞെട്ടിയത്. എന്താ സർ? അവൾ ഞെട്ടിയിട്ട് എഴുന്നേൽക്കുകയാണ്. അല്ല, ഇതെന്താ ചന്ദ്രികേ? കോലം നോക്കിക്കൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞപ്പോഴാണ് ചന്ദ്രികയെ അങ്ങോട്ടേക്ക് നോക്കുന്നത്. അവൾ ആകെ അപ്സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു കോലം വരയ്ക്കുന്നത് പോലും അവളുടെ മനസ്സിലുണ്ടായിരുന്നില്ല. അപ്പോൾ സിദ്ധാർത്ഥിനെ അവൾ ആകെ ചമ്മലോടെ നോക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, നീ എപ്പോഴും വരയ്ക്കുന്ന കോലം വളരെയേറെ മനോഹരമായിരുന്നു, ഇന്നെന്താ ഇങ്ങനെ അലങ്കോലായിരിക്കുന്നത്? ചന്ദ്രികയ്ക്ക് മറുപടി ഒന്നും പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ സങ്കടത്തോടെ തലതാഴ്ത്തുകയാണ്. ഇന്നലെ മുതൽ നീ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയ പോലെ ഉണ്ടല്ലോ. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ല സർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം സിദ്ധാർത്ഥ് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇന്നലെ മുതൽ നീ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് എനിക്കറിയാം, നിൻ്റെ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. ഞാൻ അനുവിനെ സ്നേഹിക്കുമോ എന്നുള്ള ഭയത്തിലാണ് നീ. നിൻ്റെ മനസ്സിലുള്ള സ്നേഹം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാനും അനുവും ഇതുപോലൊരു നാടകം കളിക്കുന്നത്. എന്നാലും നിൻ്റെ വിഷമം കാണുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ട്. എന്നിട്ടും സിദ്ധാർത്ഥ് അവളോട് പറയുന്നുണ്ട്, ചന്ദ്രിക നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? പറയൂ സർ. അത് നമ്മുടെ തോട്ടത്തിൽ ഒരുപാട് റോസാപ്പൂക്കളുണ്ട്, അതൊക്കെ പറിച്ചു കൊണ്ടുവന്ന് നീ എൻ്റെ റൂമിൽ വെക്കാമോ? എന്തിനാ സർ? എന്താ ചന്ദ്രിക ഇങ്ങനെ ചോദിക്കുന്നേ? അനുവിന് റോസാപ്പൂക്കൾ വളരെ അധികം ഇഷ്ടമാണ്, അവൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ടതും ചന്ദ്രികയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ചന്ദ്രികയുടെ ആ ദേഷ്യം കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് ചിരി വരികയാണ്.
അപ്പോൾ കുശുമ്പോട് കൂടി ചന്ദ്രിക പറയുന്നുണ്ട്, അനുവിന് റോസാപ്പൂവ് ഇഷ്ടമാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കൊടുത്താൽ മതി. വീട്ടിൽ പൂത്ത പൂവൊക്കെ പൂജയ്ക്ക് മാത്രമേ എടുക്കൂ. അത് കണ്ടവർക്ക് കൊടുക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് കോലം വരച്ചതിലെ തെറ്റുകളൊക്കെ ചന്ദ്രിക മായ്ച്ചെടുക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് മനസ്സിൽ ചിരിച്ചുകൊണ്ട് വിചാരിക്കുന്നുണ്ട്, നീ എന്താ റോസാപ്പൂക്കൾ പറിച്ചു തരാത്തേന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോഴും ചന്ദ്രിക വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.